500cc ബൈക്ക് എടുക്കണോ വേണ്ടേ? വണ്ടി എടുത്താൽ നമുക്ക് ഈ വണ്ടി ഏണിയാവോ? 500cc ഏറ്റവും കൂടുതൽ മൈലേജ് തരുന്ന ഒരു വണ്ടിയും ബുള്ളറ്റാണ്. ലോങ് റൈഡ് നിങ്ങൾ എത്ര ദൂരം ഓടിച്ചു കഴിഞ്ഞാലും 500 ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ വളരെ വേഗം നമുക്ക് എത്തിപ്പെടാൻ പറ്റും. 500 ആണെങ്കിൽ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. എത്ര ലോങ് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണമെന്ന് പറയുന്ന സാധനം തോന്നിക്കത്തില്ല. അത്രയ്ക്ക് ഓക്കെയാണ് 500. പുതിയ 500 എടുത്ത് ഒരു 10 വർഷത്തേക്കൊക്കെ ആണെങ്കിൽ വണ്ടി കുഴപ്പമൊന്നുമില്ല. 10 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ചെറിയ പണികൾ 500 തരാൻ തുടങ്ങും. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്കിത് ഏണിയാവുന്നത്. മെയിൻ്റനൻസ് പൊതുവേ കുറച്ച് കൂടുതലായി. പമ്പിൻ്റെ റേറ്റ്, ഫ്യൂൽ ഇഞ്ചക്ടറിൻ്റെ റേറ്റ്, വയറിംഗ് ഹാർനസിൻ്റെ റേറ്റ്, ECMൻ്റെ റേറ്റ്, ഇങ്ങനെ കണക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ 50,000 രൂപ എപ്പോഴും നമ്മുടെ പോക്കറ്റിൽ വേണം. അപ്പോൾ 500-നോടുള്ള ഇഷ്ടം കൊണ്ട് ഈ വണ്ടി എടുക്കണമെന്നുള്ളവർക്ക് ഒരു സൊല്യൂഷനുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു 15,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കാർബറേറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ കാർബറേറ്റർ നമ്മൾ ഡയറക്റ്റ് എടുത്ത് വെക്കുകയല്ല. അപ്പോൾ ഇതിൽ മാഗ്നറ്റ്, അതിൻ്റെ തന്നെ വയറിംഗ് ഹാർനസ്, ഒരു 15,000 രൂപ ചിലവിൽ നമുക്ക് ഇതെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി സാധാ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുപോകാം.